ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും നാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ പി സിയിൽ നമുക്ക് യൂസ്ഫുൾ ആയ 5 കിഡ്ലൻ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പി സി ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 5 ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൊക്കെ ഇപ്പോൾ ഡാർക്ക് മോഡ്, ബ്രൈറ്റ് മോഡൊക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പി സിയിൽ ഈസി ആയിട്ട് ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് ഇടാൻ പറ്റും. പി സിയിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ആ ഒരു മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ഈ ഒരു ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ടൈം എന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഡാർക്ക് മോഡ് അല്ലെങ്കിൽ ബ്രൈറ്റ് മോഡിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ ഓരോ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ സ്വിച്ച് മോഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ആപ്ലിക്കേഷനിലേക്ക്, അതായത് ആപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ആപ്സും കാര്യങ്ങളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ആപ്ലിക്കേഷനിൽ ഓൾവേസ് ഡാർക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അഡാപ്റ്റഡ് ടു സിസ്റ്റം വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കുക. ഓക്കെ. ദെൻ സിസ്റ്റം ആപ്ലിക്കേഷൻ, അതായത് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഏത് കളറിൽ വേണ്ടി, ഞാൻ ഇപ്പോൾ ഡാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇത്രയും അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പിക്ക് വാൾപേപ്പർ, പിക്ക് ആൻ അസെൻഡന്റ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഇൻബിൽഡ് ആയിട്ടുള്ള ഡാർക്ക് മോഡ് എന്ന് പറയുന്നത് ചില സമയം നമുക്ക് സിസ്റ്റത്തിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ മാത്രമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പി സിയിൽ കുറേ അധികം ഫയൽസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കിഡ്ലൻ ആപ്ലിക്കേഷനാണ് ഞാൻ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നിങ്ങൾ അവിടെ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എവറിത്തിങ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഒരു ഫയൽ, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫയൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കുറേ അധികം ഫയലുണ്ട്. അതായത് കുറേ അധികം സൈസിൽ കുറേ അധികം ഫയൽ സ്റ്റോറേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ഓക്കെ. അതായത് നമുക്കിപ്പോൾ പെട്ടെന്നായിട്ട് നമുക്ക് ഫയൽസ് വേണം, നമ്മളത് എവിടെ സേവ് ചെയ്ത് വെച്ചൊന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഒരുപാടധികം ടൈം എടുക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഇതേപോലെ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആ ഒരു ഫയൽ എവിടെയാണ് അല്ലേ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടൈം തന്നെ അത്രയും ഫാസ്റ്റാണ്. നമ്മളിപ്പം ഏന്നടിക്കുമ്പോൾ എല്ലാം വന്നു, അസെറ്റ്സ് എന്നുള്ള ഒരു ഫയലാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ടല്ലേ. നമ്മൾ ആ ഒരു ഫയൽ എവിടെയാണ് ഉള്ളത്, അതിൻ്റെ പാത്ത്, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. വളരെ, അതായത് നമ്മൾ ചില ടൈമിൽ സേവ് ചെയ്യുന്നത് എവിടെയാണ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുന്ന ടൈമിൽ. പിന്നെ ആ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചില ടൈമിൽ ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പി സിയിലൊക്കെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല, അത്യാവശ്യം നല്ല പണിയാണ്. ഇവിടെയൊക്കെ പോയിട്ട് ഓരോ ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു എവറിത്തിങ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല, അതായത് എന്ന് പറഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് പറഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ, നിങ്ങളുടെ ഈ ഒരു ഹോൾ സിസ്റ്റത്തിൽ എന്തൊക്കെ ഫയൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ മിസ്സിംഗ് ഫയൽസ് ആയാലും എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങളുടെ ഫയൽ എന്തൊക്കെ ഫയലാണ് നിങ്ങളിൽ ഉള്ളതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രോൾ ചെയ്താൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാനും പറ്റും. നിങ്ങൾ ഇവിടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ഓളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ ഫയൽസും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ ഇത് വ്യൂ, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫയൽ സൈസ്, ഫോൾഡർ സൈസ് ഇതേപോലെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക അധികം ആൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു കിഡ്ലൻ ആപ്ലിക്കേഷനാണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിളിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലെ ഒരു ബ്രൗസറാണ് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആർക്ക് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. കുറേ അധികം കിഡിലൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു കിഡിലൻ ബ്രൗസറാണ് ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രൗസറാണ്. നമ്മുടെ ഗൂഗിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡാറ്റ വലിക്കുന്നുണ്ട്, അതായത് അത്യാവശ്യം
അത്യാവശ്യം നല്ല ഇൻ്റർനെറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്രൗസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റൂ. അത്യാവശ്യം നല്ല രീതിക്ക് നെറ്റ് വലിക്കുന്ന ഒരു സംഭവമാണ് ബ്രൗസർ എന്ന് പറയുന്നത്, അതായത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിക്ക് ഈ ഒരു ബ്രൗസർ, ആർക്ക് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രൗസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല നമുക്ക് പല രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും, ഇവിടെ സൈഡിലായിട്ടായിരിക്കും നമുക്ക് നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബ് വരികയാണ്. യൂട്യൂബ് വരുന്ന സമയത്ത് ഇതേപോലെ വരും. നമ്മൾ ഹോം പേജിലേക്ക് വരാം. ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ കണ്ട, ഈ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ ഡുവൽ സ്ക്രീൻ ആക്കാൻ പറ്റും. അതായത് ഒരു ഗൂഗിളിൽ തന്നെ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പുറം വേണമെന്നുണ്ടെങ്കിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യാം, മനസ്സിലായില്ലേ? ഇതേപോലെ ജിമെയിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഒന്നും കൂടെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് 3 ലെയർ വേണമെന്നുണ്ടെങ്കിൽ 3 ലെയർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന ടൈമിൽ, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിൽ ഇപ്പോൾ യൂട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചെയ്യുക, ഇപ്പുറം നിങ്ങൾക്ക് ജിമെയിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിമെയിൽ ചെക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളിപ്പോൾ കലണ്ടറാണ് ഞാനിപ്പോൾ കൊടുത്തില്ല, നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, മനസ്സിലായില്ലേ? അതായത് നമുക്ക് 3 ടാബായിട്ട് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗൂഗിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലായിട്ട് ഇതേപോലെ, ഇപ്പോൾ ഗൂഗിൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക, മനസ്സിലായില്ലേ? നമ്മൾ ഇതേപോലെ 3 ഇതേപോലെ നമ്മൾ മാറി യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു ബ്രൗസറിൽ നമുക്ക് ആ ഒരു സീൻ വരുന്നില്ല. നമുക്ക് ഇതേപോലെ 3 ടാബായിട്ട് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈഡിലായിട്ടാണ് ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ന്യൂ ടാബ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ന്യൂ ടാബ് എടുക്കാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കീവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ന്യൂ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ ഓപ്പൺ ചെയ്ത ഒരു ടാസ്ക്, അത് ഇതേപോലെ 2 നിങ്ങൾ ഓപ്പൺ ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലോസ് ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെ ക്ലോസ് ആയി കിട്ടും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമല്ല, അതായത് ഹൊറിസോണ്ടൽ മാത്രമല്ല, നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഡ് ബോട്ടം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് താഴെയും ഇതേപോലെയും ആഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ബ്രൗസറാണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ബയോയിൽ കൊടുക്കുക, അതായത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ 4ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ PDF ഒക്കെ കുറേ അധികം യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ 4ാമത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് PDF, നമ്മൾ നോർമലി PC-യിലൊക്കെ PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ എഡ്ജിലൊക്കെ ആയിരിക്കും PDF ഓപ്പൺ ആവുക. സോ നമ്മൾ PDF-ന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ 4ാമതായിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ PDF ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് PDF-ന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF-ന് വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഇപ്പം നോർമലി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു PDF നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗൂഗിളിലായിരിക്കും ഓപ്പൺ ആവുക. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു PDF ഇതേപോലെ എടുക്കുകയാണ്. PDF എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് മൈക്രോസോഫ്റ്റ് എഡ്ജിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ആയിരിക്കും ഓപ്പൺ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടല്ലേ. നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് PDF-ന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പേജ് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ദെൻ നമ്മൾ ഫിറ്റ് ടു സ്ക്രീൻ, അതായത് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ PDF ഒക്കെ വെച്ച് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ടൈപ്പൊക്കെ ചെയ്ത് ആ ഫയൽ എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഇത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് റാൻഡായിട്ട് ടൈപ്പ് ചെയ്താണ്, ആ ഒരു സംഭവം ഇതിലില്ല, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത ഒരു PDF ആണ്, എൻ്റെ ഒരു നോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറ്റ് ടൈം തന്നെ കുറേ അധികം PDF-ഉം കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ടാബ് നമ്മൾ ഗൂഗിളിൽ പോലെ ഇവിടെ ടാബായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണുന്നുണ്ടാവും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തത് ഇതേപോലെ ഹോം പേജിൽ റീസെൻ്റ്ലി, അതായത് ഫ്രീക്വൻ്റ്ലി റീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത PDF-ഉം കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ടാവും. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓപ്പൺ ചെയ്യണമെന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് PDF ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യാം. അതായത് ഓപ്പൺ ഡോക്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ ബ്രൗസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഉറപ്പുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത്
നിങ്ങൾ മൊബൈൽസിൽ നിന്നൊക്കെ പി സിയിലേക്കോ അല്ലെങ്കിൽ പി സിയിൽ നിന്ന് മൊബൈലിലേക്കൊക്കെ ഫയൽ ഷെയർ ചെയ്യാൻ പറ്റിയ കിഡിലൻ ഒരു ആപ്ലിക്കേഷനാണ് ലോക്കൽ സെൻഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വളരെ മിനിമലാണ്, എന്നാൽ പോലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, മാക് ആയിക്കോട്ടെ, PC ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഐഫോണിൽ നിന്ന് PC യിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഐഫോണും PCയും ഒരു വൈഫൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിലും PCയിലും ഒരേ വൈഫൈയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഐഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഐഫോണിൻ്റെ ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. കൈൻഡ് സ്ട്രോബെറി എന്നാണ് എൻ്റെ ഐഫോണിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിലെ പേര് വരുന്നത്. ഞാൻ ഇപ്പോൾ ഫയൽ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ഇതേപോലെ സെൻഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യൂട്ട് റാസ്ബെറി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വരും. വിത്തിൻ സെക്കൻഡ്സ് തന്നെ ആ ഫയൽ ഇതിലേക്ക് ഷെയർ ആയി. ഇപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിൽ നിന്ന് PC യിലേക്കാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് യൂസ് ചെയ്യുക, ആൻഡ്രോയിഡ് ടു ഐഫോൺ യൂസ് ചെയ്യുക, ഐഫോൺ ടു ആൻഡ്രോയിഡ്, അതുപോലെ PC യിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അത് വളരെ പെട്ടെന്നാണ് ഇതിൽ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ഇപ്പം നമ്മൾ നോർമലി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് വിചാരിക്കുക. നമ്മൾ PC യിലിട്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഐഫോൺ ടു PC നമ്മൾ ഷെയർ ചെയ്യാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നുണ്ടാവും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാനത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. സോ ഇനി ഇതേപോലുള്ള കൂടുതൽ കണ്ടന്റ്സിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുള്ള പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.